ഭാഗവത സോപാനം എന്ന ഈ യൂട്യൂബ് ചാനലിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്, സ്മരിക്കുന്നത് ശ്രീ ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയങ്കരമായ പഞ്ചസാര പായസം പോലെ ഏറ്റവും പ്രിയങ്കരമായ ഒരു നൃത്തകലാരൂപമാണ് കൃഷ്ണനാട്ടം. കൃഷ്ണനാട്ടം ഒരു നൃത്തപ്രധാനമായ ഒരു കലാരൂപമാണ്. കോഴിക്കോട് സാമൂതിരിയായ മാനവേദൻ രാജയാണ് കൃഷ്ണനാട്ടം എഴുതിയത്. കുട്ടിക്കാലം മുതലേ നാരായണീയം വായിച്ച് നാരായണീയത്തിലെ ആ കൃഷ്ണഭക്തി ആ മാനവേദനിൽ രൂഢമൂലമായി. അങ്ങനെ വില്ലുമംഗല സ്വാമിയാരോട് ഒരു ദിവസം മാനവേദരാജ് ചോദിക്കുന്നു, എനിക്ക് കൃഷ്ണനെ ഒന്ന് കാണണം, ഗുരുവായൂരപ്പനെ ഒന്ന് നേരിൽ കാണണം. വില്ലുമംഗല സ്വാമിയാർ പറഞ്ഞു, ഗുരുവായൂരിലേക്ക് എത്തിക്കോളൂ, അവിടെ വെച്ച് കാണാം. അങ്ങനെ ഗുരുവായൂരിൽ സന്ധ്യ സമയത്ത്, ദീപാരാധന സമയത്ത് ആ കൊടിമരച്ചുവട്ടിൽ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന മാനവേദ മഹാരാജാവിനോട് വില്ലുമംഗല സ്വാമിയാർ പറയുന്നു, അല്ലയോ മാനവേദ മഹാരാജാവേ, അങ്ങ് എന്നെ സ്പർശിച്ചുകൊണ്ട് ആ കൂത്തമ്പലത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന അവിടെ പണ്ടൊരു ഇലഞ്ഞിമരം നിന്നിരുന്നു. ഇലഞ്ഞിമര ചുവട്ടിൽ കണ്ണൻ ചിരട്ടയിൽ മണ്ണും നിറച്ചുകൊണ്ട് ഉല്ലസിക്കുന്ന ഒരു ബാലഗോപാലിനെ അങ്ങക്ക് കാണാമെന്ന്. മാനവേദൻ ആ രൂപം അങ്ങോട്ട് നോക്കിയപ്പോൾ, സ്പർശിച്ച് വില്ലുമംഗലത്തിനെ സ്പർശിച്ചുകൊണ്ട് അങ്ങോട്ട് നോക്കിയപ്പോൾ ആ സുന്ദരമായ ബാലരൂപം, അങ്ങോട്ട് മനോഹരമായ ബാലരൂപം അങ്ങോട്ട് കണ്ടപ്പോൾ എല്ലാം മറന്നുകൊണ്ട്, തൻ്റെ സ്ഥാനമാനങ്ങളെല്ലാം മറന്നുകൊണ്ട് അവിടെ നിന്ന് നേരെ ഓടിച്ചെന്ന് ആ മണ്ണ് വാരിക്കളിക്കുന്ന ആ ഉണ്ണിയെ അങ്ങോട്ട് വാരിപ്പുണരാനായി കൊണ്ട് അങ്ങ് ചെന്നു. വാരിപ്പുണരാൻ ചെന്നപ്പോൾ ഭഗവാൻ ഒന്ന് ചിരിച്ചു. എന്നെ സ്പർശിക്കാൻ അനുവാദം ഞാൻ തന്നിട്ടില്ല, എന്നെ ദർശിക്കാൻ മാത്രമേ അനുവാദം തന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അന്തർധാനം ചെയ്യുന്നു. ആ മാനവേദ മഹാരാജാവ് വളരെ വിഷമിച്ചങ്ങ് നിൽക്കുമ്പോൾ ഭഗവാന്റെ പീലിത്തിരുവടിയിൽ നിന്നൊരു പീലിതളം ഇതാ കയ്യിലേക്ക് അങ്ങ് വീഴുന്നു. ആ പീലിതളത്തിൽ കൂടെ ഭഗവാനെ വീണ്ടും വീണ്ടും ദർശിച്ച് ഒരു തീരുമാനമെടുത്തു, ഇന്ന് ഞാൻ കണ്ട രൂപം ഒരു നൃത്ത കലാരൂപത്തിൽ കൂടെ ഞാൻ ആവിഷ്കരിക്കും. അങ്ങനെ ആ കൊട്ടാരത്തിലിരുന്ന് ഭാഗവതത്തിനെയും നാരായണീയത്തിനെയും പ്രതിദാനം ചെയ്തുകൊണ്ട് 8 കഥകൾ ഉൾക്കൊള്ളുന്ന കൃഷ്ണഗീതി എന്ന നൃത്തകാവ്യം, ഭക്തികാവ്യം ആദ്യം എഴുതി തീർക്കുന്നു. ഭഗവാന്റെ സ്വർഗാരോഹണം മുതൽ, ആ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകൾ 8 ദിവസത്തെ കഥകളായി അങ്ങനെ എഴുതുന്നു. അതിനുശേഷം അവിടെയുണ്ടായിരുന്ന പണ്ഡിതന്മാരായ കലാമർമ്മജ്ഞരായ ആൾക്കാരോട് കൂടി ചർച്ച ചെയ്ത് ആ കൃഷ്ണഗീതിയെ രംഗത്ത് അവതരിപ്പിക്കാൻ തക്കവണ്ണം കൃഷ്ണനാട്ടം എന്ന കലാരൂപമാക്കി തീർക്കുന്നു. കൂടിയാട്ടത്തിന്റെയും അതുപോലെയുള്ള കലാരൂപങ്ങളുടെയും സഹായത്തോടു കൂടി അതിൽ നിന്നുള്ള അംശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, പൊയ്മുഖങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, നൃത്തത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ സുന്ദരമായ ആ വേഷം, ആ കലാരൂപം ഭഗവാന്റെ തൃപ്പാദത്തിൽ തുലാം 30-ാം തീയതി അങ്ങനെ അവതരിപ്പിച്ചു. ഈ തുലാം 30-ാം തീയതി ഗുരുവായൂർ ദേവസ്വം കൃഷ്ണഗീതി ദിനമായി ആചരിക്കുന്നു. പാഞ്ചജന്യം കോമ്പൗണ്ടിലെ മനോഹരമായ ഒരു മാനവേദ സ്മാരകമുണ്ട്. അവിടെ നിന്ന് ഘോഷയാത്രയോട് കൂടി കൊണ്ടുവന്ന് അന്ന് മനോഹരമായ ആ കൃഷ്ണനാട്ടം അവതരണമൊക്കെ ഉണ്ട്. ഈ കൃഷ്ണനാട്ടം പണ്ട് കോവിലകത്താണ് കളിച്ചിരുന്നത്. കോവിലകത്തും അതുപോലെ കൊല്ലത്തിൽ ഒരിക്കൽ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് കളിക്കും, അതുപോലെ സാമൂതിരിപ്പാടിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലും കളിക്കും. അങ്ങനെയായിരുന്നു. അതിനുശേഷം ആ സാമൂതിരിപ്പാടിന്റെ സാമ്പത്തികമായ പരാധീനതകൾ വന്നപ്പോൾ അത് ഗുരുവായൂർ ദേവസ്വത്തിനെ ഏൽപ്പിച്ചു. അന്ന് ഗുരുവായൂർ ദേവസ്വം ഏറ്റെടുത്തു. ഗുരുവായൂരപ്പന്റെ കയ്യിലെ ആ കൃഷ്ണാട്ടം കഥയോടുകൂടി കൃഷ്ണാട്ടത്തിന്റെ വളർച്ച അന്ന് മാനവേദൻ ചൊല്ലി ആ സുന്ദരമായ ആദ്യത്തെ ശ്ലോകം അത് ഭഗവാൻ അങ്ങ് സ്വീകരിച്ചുകൊണ്ട് ആ ശ്ലോകമാണ് സൗവർണാദ്ഭുതഭൂഷണോജ്വലവപോ സംവേദപീതാംബരോ നീലാംബോധനിഭോ ഭുജദ്രുതഗദാശംഘാരിഭംഗേരുഹൈ ഭ്രാജിഷ്ണുർഗുരുവായുമന്ദിരവിരോജിഷ്ണു സവിഷ്ണു സ്വയം ധൃഷ്ണുർവിശ്വജനോപതാപഹരണേ കാവ്യം മമാഖ്യാപയേൽ എന്ന് പറയുന്ന പ്രാർത്ഥനയുണ്ടല്ലോ. എൻ്റെ കാവ്യത്തിന് ഖ്യാതി ഉണ്ടാക്കണേ എന്നുള്ള പ്രാർത്ഥനകൾ ഭഗവാൻ സ്വീകരിച്ചുകൊണ്ട് ആ കൃഷ്ണനാട്ടം ഒരു വഴിപാടായി വിലങ്ങനെ വന്നു. അന്ന് മുതൽ കൃഷ്ണനാട്ടത്തിന് അങ്ങനെ വളർച്ച തുടങ്ങി. ഓരോ കഥകളും പല കാര്യങ്ങൾക്കായി, ആ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി അവതാരവും, കല്യാണങ്ങൾ നടക്കാൻ വേണ്ടി സ്വയംവരവും, അങ്ങനെ കൃഷ്ണനാട്ടത്തിലെ ഓരോ കഥകളും അങ്ങോട്ട് തുടങ്ങി. ആ ഭഗവാൻ അതിൽ കൂടെ ഭക്തജനങ്ങൾക്ക് വാരി വാരി ഫലങ്ങൾ അങ്ങോട്ട് നൽകിക്കൊണ്ട് അവരെയെല്ലാം അനുഗ്രഹിക്കാൻ തുടങ്ങിയപ്പോൾ ആ കൃഷ്ണനാട്ടം വളർന്നങ്ങനെ പന്തലിച്ചു. ആ കൃഷ്ണനാട്ടം ഇന്ന് ലോകോത്തരമായി അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ പോയി കളിച്ച്, എല്ലാ സ്ഥലത്തും പോയി കളിച്ച്, ഈ കേരളത്തിലും കേരളത്തിന്റെ വെളിയിലൊക്കെ കൃഷ്ണനാട്ടം അവതരിപ്പിച്ചുകൊണ്ട് ആ ഗുരുവായൂരപ്പന്റെ കീർത്തനങ്ങൾ, ആ അവതാരം മുതൽ അത് നൃത്തപ്രധാനമാണ് കൃഷ്ണനാട്ടം. അത് ഒരിക്കൽ കാണാൻ ഭാഗ്യം സിദ്ധിക്കാത്തവരെ
എങ്ങനെയെങ്കിലും വന്നിട്ട് ആ സുന്ദരമായ രൂപത്തിൽ ആ ഭഗവാനെ ഒന്ന് കാണാൻ. ആ രാത്രിയാണ് കൃഷ്ണാട്ടത്തിന്റെ കളി. തൃപ്പുക കഴിഞ്ഞ് 10:10:30 ആ വടക്കേ നിറയിലാണ്ട് കൃഷ്ണാട്ടം കളി തുടങ്ങും. പണ്ട് കൃഷ്ണാട്ടം കളി സന്ധ്യക്കായിരുന്നു. നട അടയ്ക്കുന്നതിന് മുമ്പ് കളി തുടങ്ങിയിരുന്നു. ഒരു ദിവസം വെല്ലുമംഗല സ്വാമിയാര് ക്ഷേത്രത്തിൽ തൊഴാൻ വന്നപ്പോൾ അകത്ത് ചെന്നപ്പോ ഭഗവാനെ ശ്രീരകത്ത് കാണാനില്ല. എവിടെയാണെന്ന് അന്വേഷിച്ചുകൊണ്ട് പുറത്തു വന്ന് നോക്കിയപ്പോൾ കൃഷ്ണാട്ടം കളി നടക്കുക. അവിടെ 2 കൃഷ്ണന്മാർ കിടന്ന് ആടുന്ന ചിത്രം കണ്ടത്. ഒന്ന് കൃഷ്ണാട്ടത്തിലേക്ക് കൃഷ്ണവേഷം കെട്ടിയ കലാകാരനാടുന്ന് കളിക്കുന്നു, ഒപ്പം തന്നെ ഗുരുവായൂരപ്പൻ കൃഷ്ണന്റെ വേഷത്തിൽ ഇതാ ആടിക്കളിക്കുന്നു. വില്ലുമംഗല സ്വാമിയാർ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ കൃഷ്ണൻ അകത്തുണ്ടാവില്ല, കൃഷ്ണാട്ടം തുടങ്ങിയാൽ നേരെ വന്ന് അവിടെ അങ്ങനെ ഇരിക്കും. ഇത് മനസ്സിലാക്കിയ വില്ലുമംഗല സ്വാമിയാർ നിർദ്ദേശിച്ചു, കളി ഇനി അമ്പലം അടച്ചിട്ടേ വേണ്ടൂ എന്ന്. അന്നു മുതൽ ആ വടക്കേ നടയിൽ കൃഷ്ണാട്ടം കളി അങ്ങനെ തുടങ്ങി. ഈ കൃഷ്ണാട്ടം കളി എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഭക്തജനങ്ങൾക്കുണ്ടോ അതിനുള്ള കഥകൾ കൃഷ്ണാട്ടത്തിലുണ്ട്. അത് ഓൺലൈനിൽ കൂടെ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വം കൗണ്ടറിൽ വന്നിട്ട് ബുക്ക് ചെയ്യാം. അങ്ങനെ ജീവിതത്തിലെ സമസ്ത പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായി, ഒരു ദിവ്യ ഔഷധമായിക്കൊണ്ട് ഈ കൃഷ്ണാട്ടം ഇന്ന് പരിലസിക്കുന്നു. അത് ഭക്തജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു.